വയനാട്ടിലെ ദുരന്തബാധിതർക്ക് സംസ്ഥാന സർക്കാർ ആശ്വാസ ധനസഹായം പ്രഖ്യാപിച്ചു. മറ്റൊരു വാസസ്ഥലത്തേക്ക് മാറുന്നതിന് സംസ്ഥാന സർക്കാർ അടിയന്തര സഹായം നൽകും. ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് 300 രൂപ വീതം 30 ദിവസം നൽകുമെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് മാറുന്നതിന് സംസ്ഥാന സർക്കാർ അടിയന്തര സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ദുരന്തബാധിതരായ ഈ പ്രദേശത്തെ എല്ലാവർക്കും സഹായം ലഭ്യമാക്കും. ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് 300 രൂപ വീതം ദിവസവും നൽകും. ഒരു കുടുംബത്തിലെ 2 വ്യക്തികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. അതേസമയം കിടപ്പ് രോഗികളോ ആശുപത്രിയിൽ ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉള്ള കുടുംബങ്ങൾക്ക് ഈ ആനുകൂല്യം കുടുംബത്തിൽ 3 പേർക്ക് എന്ന നിലയിലാകും നൽകുക. 30 ദിവസത്തേക്കാണ് ഈ തുക നൽകുന്നത്. ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ധനസഹായമായി 10,000 രൂപ വീതം അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കൂടാതെ ക്യാമ്പുകളിൽ കഴിയുന്നവരെ സർക്കാർ ഉടമസ്ഥതയിലോ മറ്റ് പൊതു ഉടമസ്ഥതയിലോ ഉള്ള വാസസ്ഥലങ്ങളിലേക്ക് മാറ്റാൻ കഴിയുമോ എന്നതിൽ കളക്ടറുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കളക്ടറുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് വാടക നിശ്ചയിച്ചായിരിക്കും താമസ സൗകര്യം അനുവദിക്കുക. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. വയനാടിന്റെ പുനർനിർമ്മാണ പ്രക്രിയയ്ക്ക് കേന്ദ്രത്തോട് 2,000 കോടി രൂപ ആവശ്യപ്പെട്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വായ്പകളിൽ ഇളവ് പ്രഖ്യാപിക്കണമെന്ന് ദുരന്തമേഖല സന്ദർശിച്ച കേന്ദ്ര സംഘത്തോട് ആവശ്യപ്പെട്ടു.